അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് യഥാർത്ഥത്തിൽ അനുഗ്രഹം? എനിക്കൊരു അസുഖമുണ്ടായിരുന്നു, അവിടെ ഒരു സൗഖ്യം കിട്ടി. എന്താണ് അനുഗ്രഹം? എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്താണ്? എന്താണ് അനുഗ്രഹം? സൗഖ്യം അനുഗ്രഹത്തിൻ്റെ ഫലമാണ്. എനിക്ക് കിട്ടിയ അനുഗ്രഹം ദൈവത്തിൻ്റെ വചനത്തിലുള്ള വാഗ്ദാനമാണ്. അത് അവൻ്റെ അടിപ്പിലുണ്ടാൽ എനിക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അനുഗ്രഹം. ആ വാഗ്ദാനം, ആ അനുഗ്രഹത്തിൻ്റെ ഫലമാണ് എനിക്ക് കിട്ടിയ സൗഖ്യം, എനിക്ക് കിട്ടിയ വിടുതൽ, എനിക്ക് കിട്ടിയൊരു വീണ്ടെടുപ്പ്. അപ്പോൾ നമ്മൾ ബാഹ്യമായി കാണുന്നതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമാണ്. നമ്മളൊരു വിത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഫലം പുറപ്പെടുവിക്കും. വിത്താണ് അനുഗ്രഹം. അനുഗ്രഹമാകുന്ന വിത്തില്ലാതെ ഫലമുണ്ടാകുകയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. That the blessing is not what we see with our eyes. The blessing is a promise of God in His word. That when you sow in faith, it will bear fruit. So the fruit is a glory of the seed that you have sown. Hallelujah. നമ്മൾ കാണുന്നതെല്ലാം ദൈവത്തിൻ്റെ മഹത്വമാണ്. ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്തിൻ്റെ മഹത്വമാണ് നമ്മൾ കാണുന്നത്. The fruit is a glory of the seed. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, the word became flesh and dwelt amongst us and we beheld his glory. അല്ലേ? ദൈവത്തിൻ്റെ വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു, നമ്മൾ അവൻ്റെ മഹത്വം ദർശിച്ചു. We saw the glory of that word which became flesh. അപ്പോൾ നമ്മൾ എന്ന് വചനം നമ്മൾ സ്വീകരിക്കുന്നുവോ, ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ, ആ വചനം ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ നമ്മൾ കാണുന്ന ഫലമല്ല അനുഗ്രഹം, ദൈവം തന്ന വാഗ്ദാനമാകുന്ന വചനമാണ് അനുഗ്രഹം. മർക്കോസിന് സുവിശേഷം 1-ാമത്തെ അധ്യായം 40 മുതൽ 42 വചനം വായിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കാം, ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ വചനമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു സൗഖ്യം നടന്നു. പലപ്പോഴും നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്ന ഫലത്തെയാണ് അനുഗ്രഹം പറയുന്നത്. ദാറ്റ് ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ബ്ലെസ്സിങ്. വായിച്ചേ, നമുക്കറിയാം, ലാസറസ് മരിച്ചപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, this illness is not unto death, but that the glory of God may be manifested. എന്നിട്ട് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം, എവിടെയാണ് ആ അനുഗ്രഹം വന്നത്? ലാസറസിൻ്റെ ടൂമിൻ്റെ അവിടെ ചെന്നിട്ട് യേശു പറഞ്ഞു, ലാസറസ് കം ഫോർത്ത്. ദാറ്റ് വാസ് എ ബ്ലെസ്സിങ്. ലാസറസേ നീ പുറത്തു വരിക എന്ന് പറഞ്ഞതാണ് അനുഗ്രഹം. അപ്പോൾ അതിൻ്റെ ഫലം കണ്ടു, ലാസറസ് പുറത്തു വന്നു. അപ്പോൾ ലാസറസ് പുറത്തു വന്നതല്ല അനുഗ്രഹം, അവിടെ യേശു വചനം പുറപ്പെടുവിച്ച് അവനോട് പറഞ്ഞു, പുറത്തു വരിക ലാസറസേ. വായിക്കും. ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധി ഉണ്ടാകട്ടെ. ദാറ്റ് വാസ് എ ബ്ലെസ്സിങ്. അതായിരുന്നു ബ്ലെസ്സിങ്. അപ്പോൾ തൽക്ഷണം അവന് ശുദ്ധി വന്നു. ദാറ്റ് വാസ് ദി ഫ്രൂട്ട് ഓഫ് ദ ബ്ലെസ്സിങ്. ആർക്കൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ യേശു ക്രിസ്തു അവിടെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ്റെ കുഷ്ഠം മാറുമായിരുന്നോ? ഇല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആ അനുഗ്രഹങ്ങൾ നമ്മൾ സ്വന്തമാക്കിയാൽ മതി. അപ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ ഫലം നമ്മൾ ഓരോരുത്തർക്കും കാണുവാനും അത് ആസ്വദിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പറ്റും. കാരണം ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പാഴായി പോവുകയില്ല. ഐസയ പ്രവാചകന്റെ പുസ്തകം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, 55-ാമത്തെ അധ്യായം 10-11 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യേശു ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന വചനങ്ങൾ ഒന്നും പാഴായി പോവുകയില്ല. പക്ഷെ അത് നമ്മൾ എങ്ങനെ അത് സ്വീകരിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ഫലമുണ്ടാകുന്നത്. വായിച്ചേ. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്റെ ആദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. നമ്മളൊരു കൃഷിക്കാരൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമുക്കെല്ലാവരും കൃഷിയുമായിട്ട് ബന്ധമുള്ളവരാണല്ലോ. നമ്മൾ എന്തെങ്കിലും നെല്ല് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യാശയുണ്ടോ? ആ നെല്ല് വളർന്ന് നമുക്ക് 30 മേനി 60 മേനി 100 മേനി വിളവ് കിട്ടുമെന്നുള്ള ഒരു എന്നാ പറയുക, ഇറ്റ്സ് നോട്ട് ഓൺലി എ ഹോപ്പ്, ഒരു കോൺഫിഡൻസ്, ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അവൻ അത്രയും പ്രയാസപ്പെട്ടും ഇത്രയും പണം ഇറക്കിയും അവിടെ കൃഷി ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനവും വിത്താണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന നമ്മൾ അനുഭവിക്കുന്നതായ ഇങ്ങനത്തെ കൃഷിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഫലം പുറപ്പെടുവിക്കുമെന്നുള്ള ആ ബോധ്യവും ആ അറിവും ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കൃഷിക്കാരൻ വളരെയധികം പ്രയത്നിക്കുന്നതും വളരെയധികം കാശ് ചെലവാക്കി അവിടെ
ജോലി ചെയ്യുന്നതും അല്ലേ? അവന് അതിന് സംശയം ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും കൃഷി ഇറക്കുമോ? കാരണം ഞാൻ ഈ നെല്ല് വിതച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മാത്രമേ എനിക്ക് കൊയ്യാൻ പറ്റുകയുള്ളൂ, ചിലപ്പോൾ മാത്രമേ അതിൽ നിന്ന് എനിക്ക് ഫലം കിട്ടുകയുള്ളൂ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ അവൻ നെല്ല് വിതയ്ക്കുമോ? ഇല്ല. പക്ഷെ അവൻ എന്താണ്, വളരെയധികം ബോധ്യമുണ്ട്, അവൻ വളരെയധികം ഉറപ്പുണ്ട്. ഞാൻ എത്ര പ്രയത്നിച്ചാലും അതിനൊരു ഫലം കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അവൻ്റെ ഭൗതിക ജീവിതത്തിൽ അവൻ അറിയാം ചില കാര്യങ്ങൾ ചെയ്താൽ അതിന് ഫലമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ എത്രയധികം ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ആ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഫലമുണ്ടാകുമോ? ഫലമുണ്ടാകും. ഹല്ലേലൂയ. 100% നമുക്ക് ഉറപ്പുണ്ടാകാം. അത് ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്തുകൾ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫലമുണ്ടാകും. പിന്നെ നമ്മൾ മനസ്സിലാക്കണ്ടേ, നെല്ല് നട്ടാൽ എന്താ കൊയ്യുക? ഗോതമ്പാണോ? അല്ല, നെല്ല് നട്ടാൽ നെല്ല് തന്നെ കൊയ്യും. അതുകൊണ്ട് നമുക്ക് ഉറപ്പുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ വചനമാകുന്ന അനുഗ്രഹം നമ്മൾ നട്ടാൽ നമ്മൾ കൊയ്യാൻ പോകുന്നത് എന്തായിരിക്കും? അനുഗ്രഹമേ കൊയ്യുകയുള്ളൂ. അല്ലാതെ ദൈവത്തിന് അനുഗ്രഹമാകുന്ന വചനങ്ങൾ നട്ടിട്ട് നമുക്ക് ശാപമോ അല്ലെങ്കിൽ നമുക്ക് ഒരു വിദ്വേഷം അങ്ങനെ നമുക്ക് സന്തോഷം തരാത്തതൊന്നും കൊയ്യുകയില്ല. ദൈവത്തിൻ്റെ വചനം നട്ടാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഫലം മാത്രമേ നമ്മൾ കൊയ്യുകയുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു, ഹി ഗിവ്സ് സീഡ് ടു ദ സോവർ ആൻഡ് ബ്രെഡ്. അപ്പോൾ നമുക്കറിയാം ദൈവം നമുക്ക് തരുന്നത്, വിത്തും തരുന്നുണ്ട്, അതിൻ്റെ ഫലവും ആരാ തരുന്നത്? ദൈവം തന്നെയാണ് തരുന്നത്. ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമാകുന്ന അപ്പം നമ്മൾക്ക് കിട്ടും, റൊട്ടി നമുക്ക് കിട്ടും. ഞാൻ പറയുന്നത് ആ വിത്തിൽ നിന്ന് കിട്ടുന്ന ഫലവും രണ്ടും ആരുടെ ഉറവിടത്തിൽ നിന്നാണ്? യേശു ക്രിസ്തുവിൻ്റെ എല്ലാ സർവ്വ നന്മകളുടെയും ദാനങ്ങളുടെയും ഉറവിടമായ യേശു ക്രിസ്തുവിൽ നിന്നാണ് നമ്മൾക്കത് കിട്ടുക. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. അത്ര നല്ലവനായ ദൈവമാണ്, വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നെല്ല് നട്ടാൽ നെല്ല് കൊയ്യുമെന്നുള്ള ഉറപ്പുള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ ഉറപ്പ് നമുക്കുണ്ടാകാം. ജീവന്റെ വചനമാകുന്ന ആ ദൈവത്തിൻ്റെ വിത്താകുന്ന ആ വചനം നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ജീവന്റെ ഫലമായിരിക്കും നമ്മൾ കൊയ്യുക. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, ദൈവപുത്രനെ സ്വന്തമാക്കിയവന് ജീവനുണ്ട്. ദൈവപുത്രനെ സ്വന്തമാക്കിയവന് ജീവനുണ്ട്. കാരണം യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ്. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാൻ വേണ്ടിയാണ്. അതെത്രയാണ്? സമൃദ്ധമായി തരുവാൻ വേണ്ട. ഐ ഹാവ് കം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് അബണ്ടൻസ്. ദൈവത്തിന് കുറവില്ല. There is no lack for God. He is abundance. He is a personification of abundance. Hallelujah. അപ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടാകരുത് നമ്മുടെ ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം നമ്മുടെ ദൈവത്തിൻ്റെ വചനം ഫലം, നമ്മൾ വചനമാകുന്ന വിത്ത് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അഭിവൃദ്ധി, നമുക്ക് നല്ലതേ കൊയ്യുവാൻ പറ്റുകയുള്ളൂ. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. നമ്മൾ ആ ദൈവത്തിൻ്റെ വചനത്തെ സൂക്ഷിക്കുകയും അത് രാപകൽ അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വിജയമേ ഉണ്ടാകുകയുള്ളൂ, നമ്മൾക്ക് അഭിവൃദ്ധിയെ ഉണ്ടാകുകയുള്ളൂ. എന്ന് വായിച്ചിട്ടേ അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. അഭിവൃദ്ധിയും വിജയം. There will be victory and there will be prosperity in your life. ആർക്കൊക്കെ അത് ആഗ്രഹമുണ്ട്? വിജയവും അഭിവൃദ്ധിയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം ആ നല്ല വിത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ നട്ടാൽ മതി, വിശ്വാസത്താൽ നട്ടാൽ മതി. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഫലം നമ്മൾക്ക് കൊയ്യുവാൻ പറ്റും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്. പക്ഷെ പലവർക്കും ഇതിന് ഇതിന് സമയമായില്ല എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാനായിട്ടുള്ള മനസ്സില്ല. അവർക്ക് ആ ഹൃദയ കാഠിന്യം കൊണ്ട് ആ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് അവരുടെ ഹൃദയത്തിലേക്ക് ആഴമായി വരുന്നില്ല. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 12-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നുണ്ട്, sow for yourselves righteousness, reap in mercy, break up your fallow ground എന്നാ പറയുന്നത്. ഹൃദയ കാഠിന്യം ആകുന്ന ആ ഹൃദയം നമ്മൾ ഊഴ്ന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം അവിടെ വന്ന് ഫലം പുറപ്പെടുവിക്കത്തക്ക വിധം നമ്മൾ ഒരുക്കണം എന്നാണ് പറയുന്നത്. For it is time to seek the Lord till he comes and rains righteousness on you. എന്ന് വായിച്ചേ. ഹോസിയ 10:12. നിങ്ങൾ വിതയ്ക്കുന്നതേ കൊയ്യുകയുള്ളൂ.
ഉഴുതുമറിക്കുവിൻ. തരിശു നിലമാകുന്ന നിങ്ങളുടെ ഹൃദയങ്ങൾ ഉഴുത് മറിക്കുവിൻ. കർത്താവിനെ തേടാനുള്ള സമയം ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് വന്ന് ഞങ്ങളുടെ മേൽ രക്ഷ വർഷിക്കട്ടെ. രക്ഷ വർഷിക്കട്ടെ. സോ നമ്മൾ മനസ്സിലാക്കണം, എന്ന് നമ്മൾ നമ്മുടെ ഹൃദയങ്ങൾ പൂർണ്ണമായിട്ട് യേശു ക്രിസ്തുവിന് സമർപ്പിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ വചനങ്ങൾ അവിടെ വേരെടുക്കും. അങ്ങനെ വേരെടുക്കുന്ന ദൈവത്തിന്റെ വചനം അനുഗ്രഹമായ ആ വിത്ത് ദൈവത്തിന്റെ ഫലം പുറപ്പെടുവിക്കും. ആ വിത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ഫലം അവിടെ പുറപ്പെടുവിക്കും. പിന്നെ 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം 37-38 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം ദൈവമാണ് ഈ വിത്തിന് അതിൻ്റെ മഹത്വമാകുന്ന ഫലം കൊടുക്കുന്നത് എന്നുള്ളത്. ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 15:37-38. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിന്റെയോ മറ്റു വല്ല ധാന്യത്തിന്റെയോ വെറും ഒരു മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെ. മതി. അപ്പോൾ ദൈവമാണ് ആ വിത്തിന് ശരീരം കൊടുക്കുന്നത്. ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത്, അനുഗ്രഹമാകുന്ന വിത്ത് നമ്മൾ നടുമ്പോൾ അതിന്റെ ഫലം ദൈവമാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ സമയത്തും തക്ക വിധത്തിലും നമുക്ക് ഫലം തരുന്നതായിരിക്കും. കാരണം എന്താണ്? നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ദൈവം വിചാരിക്കുന്നത്. ദൈവത്തിന്റെ വചനം ഐസ്യപ്രവാചന പുസ്തകം 55-ാമത്തെ അധ്യായം 8-9 വചനങ്ങൾ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. നമ്മളുടെ ചിന്തകൾ പോലെ അല്ല ദൈവത്തിന്റെ ചിന്തകൾ, നമ്മളുടെ വഴികൾ പോലെ അല്ല ദൈവത്തിന്റെ വഴികൾ. അത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എവിടെയാണ്? ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചിലപ്പോൾ ലൗകിക തലത്തിൽ ചിന്തിക്കുമായിരിക്കും, ഞാൻ ഈ വിത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് കൊയ്യാൻ പറ്റും. പക്ഷെ ദൈവത്തിന്റെ വഴികൾ നമ്മളുടെ വഴികളെക്കാൾ ശ്രേഷ്ഠമാണ്, അതിനേക്കാൾ ഉന്നതമാണ്. ഒന്ന് വായിച്ചേ. കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെ അല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയും അല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമാണ്. അപ്പോൾ പലപ്പോഴും ദൈവത്തിന്റെ വചനമാകുന്ന അനുഗ്രഹമാകുന്ന ആ വിത്തിന് ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലമായിരിക്കുകയില്ല കിട്ടുന്നത്. കാരണം ദൈവത്തിന്റെ ഹിതമനുസരിച്ചും നമ്മളുടെ ചിന്തകളെക്കാൾ ശ്രേഷ്ഠമായ തരത്തിലുള്ള ഒരു ഫലമായിരിക്കും ദൈവം നമ്മൾക്ക് നൽകുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 26 മുതൽ 29 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും പറയുന്നുണ്ട് ദൈവമാണ് വളർച്ച തരുന്നത്. ഹി പ്രൊവൈഡ്സ് ദ ഗ്രോത്ത് ആൻഡ് ദ ഹാർവസ്റ്റ് ഇൻ അവർ ലൈഫ്സ്. വായിച്ചേ. അവൻ പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ പൊട്ടിമുളച്ച് വളരുന്നു. ആദ്യമില, പിന്നെ കതിര്, ധാന്യമണികളും ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം അരിവാൾ വെക്കുന്നു. അപ്പോൾ അതിന്റെ വളർച്ചയും ദൈവത്തിന്റെ വചനം നമ്മൾ എന്ന് നമ്മളുടെ ഹൃദയത്തിൽ നടുന്നുവോ അത് ദൈവത്തിന്റെ സമയത്തും ദൈവത്തിന്റെ വിധത്തിലും അത് ഫലമുണ്ടാക്കും. അത് മനുഷ്യനല്ല തീരുമാനിക്കേണ്ടത്. പലപ്പോഴും നമുക്ക് നിരാശ വരുന്നത് നമ്മളുടെ സമയത്തും നമ്മളുടെ രീതിയിലും ഫലം ഉണ്ടാകുന്നില്ല എന്നുള്ള അതുകൊണ്ടാണ് നമ്മൾക്ക് ആകുലത ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഫലം പുറപ്പെടുവിക്കുന്നത് ആരാണ്? യേശു ക്രിസ്തുവാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം പിന്നെയും പറയുന്നുണ്ട് ആ ദൈവമാണ് നമുക്ക് എല്ലാം നൽകി തരുന്നത്. ഒന്ന് വായിച്ചേ. ലൂക്ക 5:5. പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. നമ്മൾ മനസ്സിലാക്കണം, അവിടെ എന്താണ് യേശുക്രിസ്തു അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവർ പഠിച്ച ആ ഒരു ഉദ്യോഗം എന്താ? മീൻപിടുത്തമായിരുന്നു. അത് അവരുടെ അറിവിൻ്റെ അളവനുസരിച്ച് അവർ പ്രയത്നിച്ചിട്ട് പോലും ഫലമൊന്നും ഉണ്ടായില്ല. നമ്മുടെ ജീവിതത്തിലും നമ്മളുടെ ചിന്തകളും നമ്മളുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ഫലവും ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്: ദൈവത്തിൻ്റെ വചനത്തിൽ അനുഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എത്ര നമ്മൾക്ക് നമ്മളുടെ സ്വന്തം പ്രയത്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഫലമുണ്ടാകും. അവിടെ അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, nevertheless at thy word I will drop the net, I will cast the net. Nevertheless, അവൻ അറിയാമായിരുന്നു യേശു ക്രിസ്തു മുക്കുവനല്ല, അവൻ മീൻപിടുത്തക്കാരനല്ല.
അല്ല, പക്ഷേ അവൻ അറിയാമായിരുന്നു അവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു എന്ന്. അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന വചനങ്ങളാണ് യേശുവിൻ്റെ അതരത്തിൽ നിന്ന് വന്നത്. യേശു പറഞ്ഞു അവിടെ ഇറക്കുക, ആഴത്തിൽ നീ വല ഇറക്കുക. അപ്പോൾ പറഞ്ഞത് എന്താണ്? ലോർഡ്, വി ഹാവ് ടോയിൽഡ് ഓൾ നൈറ്റ് ആൻഡ് വി ഹാവ് കോട്ട് നത്തിങ് ബട്ട് at thy word, but at thy word. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ അത് ഫലമുണ്ടാകും. അവിടെ മീൻ ഒന്നും പിടിക്കാത്ത ആ പത്രോസ് അവിടെ അന്ന് പിടിച്ച മീനിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ അവരുടെ ബോട്ട് മുങ്ങാറായി, അവരുടെ സുഹൃത്തുക്കളുടെ ബോട്ടും മുങ്ങാറായി. അത് കഴിഞ്ഞ് പിന്നെയും ഉണ്ടായിരുന്നു, അതുപോലും എടുക്കാൻ പറ്റാത്ത തരത്തിൽ അബണ്ടൻസ് ദൈവം കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫലമില്ലാത്ത ഒരു അവസ്ഥയാണ്, ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അനുഗ്രഹത്തിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം നമ്മൾ മനസ്സിലാക്കണം, അവിടെ പത്രോസ് തീർച്ചയായിട്ടും പറഞ്ഞു കാണും, എനിക്കിത് മനസ്സിലാകുന്നില്ല, ബട്ട് അറ്റ് ദൈ വേർഡ് ഐ വിൽ ഡു ഇറ്റ്. എനിക്കിതെങ്ങനെ സംഭവിക്കുമെന്ന് തന്നെ അറിഞ്ഞുകൂടാ, പക്ഷേ അറ്റ് ദൈ വേർഡ് ഐ വിൽ ഡു ഇറ്റ്. മറിയം പറഞ്ഞല്ലോ അല്ലേ, I do not know the man, but thy will be done. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ആ വചനം അത് അരിച്ച് ഗുണിച്ച് നോക്കി അങ്ങനെ നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കിയിട്ടല്ല വിശ്വസിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് കാണാതെ വിശ്വസിക്കണം. ഇറ്റ് മസ്റ്റ് ബി ബ്ലൈൻഡ് ഫെയ്ത്ത്. അപ്പോൾ മാത്രമാണ് അത് വിശ്വാസമാകുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മൾക്ക് വചനത്തിലൂടെ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവം നമ്മൾക്ക് ആധിപത്യവും അധികാരവും തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി 1:28. അപ്പൊ എങ്ങനെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം വന്നത്? എങ്ങനെയാണ്? ദൈവം പോക്കറ്റിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ എടുത്ത് തന്നല്ലേ, കുറെ പൈസയൊക്കെ തന്നു? അല്ല, ദൈവം അനുഗ്രഹിച്ച് എങ്ങനെയാണ്? വചനം ഇങ്ങനെ സംസാരിച്ചു. ഒന്ന് വായിച്ചു സിസ്റ്ററെ. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചു? ഇങ്ങനെ. അതെങ്ങനെ വായിച്ചേ? He was speaking out. അനുഗ്രഹങ്ങൾ സംസാരിച്ചു. ഹലോ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചു. God thus blessed them this way. He spoke. അപ്പോൾ ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്ന് വന്ന വചനമാണ് അനുഗ്രഹം. He blessed them. ഒന്നും കൂടെ വായിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. അപ്പൊ വചനത്തിലൂടെ വാഗ്ദാനങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചു. വായിച്ചു ബാക്കി. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവം അരുളി ചെയ്തു. ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും. മതി. അപ്പോൾ മനസ്സിലാക്കണം, അവിടെ വചനം ആയിരുന്നു അനുഗ്രഹം. ആ അനുഗ്രഹം നമ്മൾക്ക് ആധിപത്യം തന്നു. അപ്പൊ വചനമാകുന്ന അനുഗ്രഹത്തിലൂടെ ദൈവം നമ്മൾക്ക് ആധിപത്യവും അധികാരവും തന്നു. അപ്പോൾ ആ ആധിപത്യവും അനുഗ്രഹവും അധികാരവും ദൈവം തന്ന ആ വചനമാകുന്ന അനുഗ്രഹത്തിന്റെ ഫലമാണ്. അപ്പോൾ what he spoke, the authority that he gave you by the spoken word is a blessing. The fruit of the blessing is the authority and the dominion that God gave man over whatever creation there was. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, അപ്പോൾ ആ ദൈവത്തിന്റെ വചനം ആണ് produce the blessing, resulting in his dominion and authority being transferred to man from God. ദൈവത്തിന്റെ അധികാരം മനുഷ്യന് ദൈവം അത് കൈമാറുകയായിരുന്നു. എങ്ങനെ? സംസാരം, ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്ന് വന്ന വചനങ്ങൾ വഴി. പ്രിയപ്പെട്ട, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, അനുഗ്രഹം വചനമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷം നോക്കുകയാണെങ്കിൽ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം പറയുന്നുണ്ട്. But he answered and said, it is written, man shall not live by bread alone, but by every word that proceeds from the mouth of God. From the mouth of God. ഒന്ന് വായിച്ചേ. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ആ ദൈവത്തിന്റെ അനുഗ്രഹം പറയുന്നത് എവിടെ നിന്നാണ്? അപ്പം കൊണ്ടല്ല, ബാഹ്യമായി നമ്മൾ കാണുന്ന, കണ്ണുകൊണ്ട് കാണുന്ന, അല്ല തൊടാൻ സ്പർശിക്കാൻ പറ്റുന്ന നമ്മൾ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ കൊണ്ടല്ല മനുഷ്യൻ ജീവിക്കുന്നത്. പക്ഷെ മനുഷ്യൻ ജീവിക്കുന്നത്, ഇപ്പൊ ഞാനിന്ന് ശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം എവിടെ നിന്നാ? ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് വരുന്നത്.
He says that man shall not live by bread alone, but by every word that proceeds from the mouth of God. അപ്പോൾ എൻ്റെ ജീവിതം ഞാൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ എവിടെയാണ് അതിൻ്റെ ഉറവിടം? എവിടെയാണ് അതിൻ്റെ ഉറവിടം? It is by the word that proceeds from the mouth of God. Are you with me? ഒരു hallelujah. Hallelujah. So I live. I have authority. ഞാൻ ജീവിക്കുന്നതും എനിക്ക് ആധിപത്യവും എല്ലാം ഉള്ളത്, അധികാരമുള്ളതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ whatever proceeds from the mouth of God, അതിരങ്ങളിൽ നിന്ന് എല്ലാ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അധികാരമുള്ളത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവം നമ്മളെത്ര അനുഗ്രഹീതരാണ്. കാരണം നമുക്ക് ഈ വചനം ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ്. ദൈവം ഈ ജീവൻ്റെ വചനങ്ങൾ നമുക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ആ വിതക്കാരൻ്റെ ഉപമ നോക്കുകയാണെങ്കിൽ അവിടെ വേറെ വലിയൊരു കാര്യം ഉണ്ടായിരുന്നു. ഫലം പുറപ്പെടുവിക്കുന്നതും നേരത്തെ നമ്മൾ ഇത് പങ്കുവച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ആഴമായി മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. ആ വിതക്കാരൻ്റെ ഉപമ നോക്കുകയാണെങ്കിൽ അവിടെ ഫലം പുറപ്പെടുവിച്ച ഒരു വിത്തും ഫലം പുറപ്പെടുവിക്കാത്ത വിത്തല്ല, ആ ഗ്രൗണ്ട്, ആ സ്ഥലവും ഫലം പുറപ്പെടുവിച്ചതും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ഒന്നിന് വചനം മനസ്സിലാക്കാൻ പറ്റി, മറ്റത് മനസ്സിലാക്കാൻ പറ്റിയില്ല. നമ്മൾ നോക്കാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം നോക്കുകയാണെങ്കിൽ 13-ാമത്തെ അധ്യായം 19-ാമത്തെ വചനത്തിൽ ആ ആശയം വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് വായിക്കുക സിസ്റ്റർ. രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. അതാണ്. അപ്പോൾ ആ വിത്ത് എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ സമീപിക്കുന്നത് എങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ദുഷ്ടൻ വന്നിട്ട് അത് കുത്തിക്കൊണ്ടുപോവുകയാണ്. ആ കുത്തിക്കൊണ്ടുപോയത് കൊണ്ട് ആ വിത്ത് അവിടെ ഇല്ല, അതുകൊണ്ട് അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല. അപ്പോൾ വചനം, ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത്, അനുഗ്രഹമാകുന്ന വിത്ത് നമുക്ക് ഫലം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആവശ്യം? ഗ്രഹിക്കണം. ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ പറ്റണം. We must understand the word of God. If you do not understand the word of God, it will not produce any fruit. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം നമ്മൾ അനുഗ്രഹമാകുന്ന ആ വചനങ്ങൾ ഒന്ന് നമ്മൾ നേരത്തെ വായിച്ചു കേട്ടല്ലോ. God allows the rain and the dew to fall upon the earth. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും അത് പ്രാപിക്കാൻ പറ്റുന്നതാണ്. ഇറ്റ് ഈസ് അവൈലബിൾ. ദ ബ്ലെസ്സിങ് ഓഫ് ഗോഡ് ഈസ് അവൈലബിൾ ഫോർ ഓൾ ഹ്യൂമാനിറ്റി. ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ എവ്രി വൺ, ഇറസ്പെക്റ്റീവ് ഓഫ് അത് അവർ ഏത് മതത്തിലെ വ്യക്തികളായിക്കോട്ടെ, ഏത് രാജ്യത്തിലെ വ്യക്തികളായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ഒരു അവകാശം, ഒരു എബിലിറ്റി ടു get the blessings of God. പക്ഷേ ആ blessings of God നമ്മൾ നേരത്തെ കേട്ടതുപോലെ ആ വിത്ത് വിതയ്ക്കുന്ന ആ ഉപമയുടെ പോലെയാണ്. അത് വീഴുന്നത് പല തരത്തിലുള്ള നിലത്താണ് വീഴുന്നത്. ഒന്ന് വഴിയരികിൽ വീടുകയാണ്. അവിടെ അത് എന്നാ പറയുന്നത്, സാത്താൻ വന്നിട്ട് അത് കൊത്തിക്കൊണ്ടുപോവുക. ചിലത് മുൾച്ചെടികളുടെ ഇടയിലാണ് വീഴുന്നത്, ചിലത് പാറയുടെ ഇടയിലാണ് വീഴുന്നത്, ചിലത് നല്ല നിലത്താണ് വീഴുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന വചനങ്ങൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നമ്മൾക്കറിയാം, ഇന്ന് ദൈവത്തിൻ്റെ വചനം ലോകമെമ്പാടും ആൾക്കാർ കേൾക്കുന്നുണ്ട്. കേൾക്കാനുള്ള അവസരം ദൈവം ഒരുക്കിയിട്ടുമുണ്ട്. അപ്പോൾ ആ വചനങ്ങൾ എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നുവോ അതനുസരിച്ചിരിക്കും ദൈവത്തിൻ്റെ വചനം ഫലം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കാതെ അല്ലെങ്കിൽ ഒരു പാർഷ്യലായിട്ടുള്ളൊരു ദൈവമല്ല. കാരണം ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ദൈവം ലോകത്തെ ഇത്രയധികം സ്നേഹിച്ചു. ഗോഡ് സോ ലവ് ദ വേൾഡ്. അപ്പോൾ ആ ദൈവം ആരെയൊക്കെ സ്നേഹിച്ചു? ലോകത്തിലുള്ള എല്ലാവരെയും സ്നേഹിച്ചു. പക്ഷേ ആ സ്നേഹമാകുന്ന, ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന ആ വചനം ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം ചെയ്യണമായിരുന്നു. നമ്മൾ യേശുവാകുന്ന നമ്മുടെ രക്ഷകനിൽ വിശ്വസിക്കണമായിരുന്നു. ആ വിശ്വാസമില്ലാതെ നമ്മൾക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന ആ അനുഗ്രഹം, ഫലമാകുന്ന രക്ഷ പുറപ്പെടുവിക്കുന്നില്ല. Are you with me? ഒരു ഹല്ലേലൂയ പറയൂ. This is something you have to take it in your spirit. അപ്പൊ ദൈവത്തിന്റെ സ്നേഹമാകുന്ന വിത്ത് ഫലം പുറപ്പെടുവിക്കാത്തതിന്റെ കാരണം യേശു ആകുന്ന ആ വിത്ത്, നമുക്കറിയാം വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവന്റെ നാമം ദൈവ
ആണെന്ന്. അപ്പൊ അനുഗ്രഹമാകുന്ന യേശുവാകുന്ന വിത്ത് അവിടെ ഫലം പുറപ്പെടുവിക്കാത്തതിന്റെ കാരണം എന്താണ്? അവര് യേശുവിൽ വിശ്വസിച്ചിട്ടില്ല. ആ വിശ്വസിക്കാത്തത് കൊണ്ട് രക്ഷയാകുന്ന ഫലം അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് ആ വിശ്വാസത്തിന്റെ, യേശുവിന്റെ ഫലമാണ്. ആരാണ് വിത്ത്? യേശുവാണ് വിത്ത്. ദൈവത്തിന്റെ ദാനം ആരാണ്? യേശുവാണ്. യേശുവാണ് ദൈവത്തിന്റെ ദാനം. വചനത്തിൽ പറയുന്നുണ്ട്, ഈസ് എ ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്. ഈസ് എ ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്. നമ്മൾ മനുഷ്യനെ അത് മനസ്സിലാക്കാൻ പറ്റില്ല. ആ യേശുവിനെ നമുക്ക് ഒരു മുറിക്കകത്തിട്ടോ ഒരു ഇതിനകത്തിട്ട് പൂട്ടാൻ പറ്റില്ല. He is above all that. He is an indescribable gift of God, which is the manifestation of God's love for you and me. It's a manifestation of God's love for humanity, for the whole of mankind. പക്ഷെ എന്തുമാത്രം ആ വിത്ത് എവിടെ വീഴുന്നുവോ അതനുസരിച്ചാണ് ഫലം ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കുമുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കുമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥയില്ല, പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വ്യവസ്ഥയുണ്ട്. ആ അനുഗ്രഹം ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ എന്താണ്? God's word says, God so loved the world that he gave his only begotten son, that whosoever believeth in him shall not perish but have everlasting life. അപ്പോൾ everlasting life എന്ന് പറയുന്നത് യേശു ആകുന്ന ആ അനുഗ്രഹമാകുന്ന വിത്തിന്റെ ഫലമാണ്. It is the fruit. It is the fruit of the seed of Jesus Christ. അപ്പോൾ മനസ്സിലാക്കേണ്ട വലിയ സത്യമാണ്, ഈ വിത്തില്ലാതെ ഫലമുണ്ടാകുകയില്ല, യേശുവില്ലാതെ രക്ഷയുണ്ടാകുകയില്ല. Are you with me? ഒരു ഹല്ലേലൂയ പറയൂ പ്ലീസ്. ഒരു ഹല്ലേലൂയ പറയൂ. യേശു ആകുന്ന വിത്ത് ഇല്ലാതെ രക്ഷയാകുന്ന ഫലം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് രക്ഷ എവിടെയുള്ളത്? യേശു ആകുന്ന വിത്തിലാണ് പ്രിയപ്പെട്ടത്. നെല്ല് കൊയ്താൽ നെല്ലാണ്, നെല്ല് നട്ടാൽ നെല്ല് കൊയ്യും. രക്ഷയാകുന്ന യേശുവിനെ നമ്മൾ നട്ടാൽ, നമ്മുടെ ഹൃദയത്തിൽ നട്ടാൽ കൊയ്യുന്നത് രക്ഷ. വേറെ ഒന്നും കൊയ്യാൻ പറ്റുകയില്ല. The physical principle, what you will reap what you sow. അല്ലേ? You will reap what you sow. If you sow Jesus, you will reap Jesus. Are you with me? ഒരു hallelujah പറയൂ. You must be so happy. If you sow Jesus, you will reap Jesus. If you sow the word, you will reap life. Because he says, I am the way, I am the truth, and I am the life. Revelation says, I am the word of God. The word became flesh. Jesus became flesh and dwelt amongst us. So my dear brother, my dear sister, നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് യേശു എന്ന വിത്തിനെ നടണം. യേശു എന്ന വിത്ത് നമ്മൾ നടണം. അപ്പോൾ രക്ഷയാകുന്ന ഫലം നമ്മൾ കൊയ്യും. രക്ഷയാകുന്ന ഫലം നമ്മൾ കൊയ്യും. Hallelujah. Isn't it good news? ഇതാ പറയുന്നത്, this is the good news. പലപ്പോഴും ഗുഡ് ന്യൂസ് ഒക്കെ പറയുന്നത് ചിലർ വിചാരിക്കും എനിക്കൊരു സൗഖ്യം കിട്ടുകയാണ്, അല്ലെങ്കിൽ എനിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരൊക്കെ അതൊക്കെ എന്നാ പറയുന്നത്, ഗുഡ് ന്യൂസിന്റെ ഒരു എന്നാ പറയുന്നത്, ഇങ്ങനെ ഒരു ഇറ്റ് ഇസ് ജസ്റ്റ് byproduct. Hallelujah. Praise the Lord. Byproducts. Hallelujah. Byproducts of that great gift of salvation. Hallelujah. Praise the Lord. His presence is here. His presence is here. Hallelujah. Hallelujah.